1 രൂപ പോലും കറണ്ട് ചെലവില്ലാതെ 100% സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോം തിയേറ്റർ. അതായത് എൻ്റെ പുറകിൽ നിങ്ങൾ ഈ കാണുന്ന വീടിൻ്റെ അകത്ത് രതീഷ് ചേട്ടൻ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ഹോം തിയേറ്റർ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ രതീഷേട്ടാ, ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ തിയേറ്റർ. അതും 100% സോളാറിൽ വർക്ക് ചെയ്യുന്ന തിയേറ്റർ. അതെ, 100% സോളാറിൽ വർക്ക് ചെയ്യുന്ന തിയേറ്റർ. അടിപൊളി. എങ്ങനെ ഉണ്ടെന്നോ? നമുക്കിത് കൗതുകമാണല്ലോ എപ്പോഴും. ഇതേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത തിയേറ്ററോട് യാതൊരു ബന്ധമില്ല. വേറൊരു തീം, വേറൊരു കൺസെപ്റ്റ്. അതായത് ഇതൊരു കുഞ്ഞു മുറിയാണ് അല്ലേ? അധികം വീതിയില്ല. 12 അല്ല, വീതി 10 അടിയുണ്ട്, നീളം ഒരു 15 അടി. ഇത് തിയേറ്റർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത മുറിയാണോ? അല്ല, അങ്ങനെ പണിത് സ്പേസ് കിട്ടി നമ്മൾ തിയേറ്റർ ആക്കി. നമ്മുടെ വീട്ടിൽ ഇപ്പം തിയേറ്ററിനായിട്ട് ആൾക്കാർ സ്പേസ് ഇട്ടിട്ടില്ലെങ്കിൽ രതീഷേട്ടനെ വിളിക്കുവാണെങ്കിൽ എവിടെ പോയി കണ്ട് അവർക്ക് വേണ്ട ആ ഒരു സ്പേസ് അസി കൊടുക്കുമോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു മുറി ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് ഒരു 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മുറിയാണ്. ആ മുറിയാണ് ഇതേപോലെ ഒരു അടിപൊളി തിയേറ്റർ ആക്കി മാറ്റിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും നല്ലൊരു സൗകര്യം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ചിലർ വീട് പണിയുമ്പോൾ തന്നെ നല്ലൊരു റൂം അതിനുവേണ്ടി മാറ്റിയിടും. ചിലർ വീട് പണിത് കഴിയുമ്പോൾ ഉള്ളൊരു സ്പേസ് അതിനുവേണ്ടി മാറ്റിയിടും. അപ്പൊ നമുക്ക് ഇത് അങ്ങനെ കിട്ടിയത് അധികം ഇതൊരു 10 അടി വീതിയുള്ളൂ. ചെറിയ മുറിയാണ്. നമ്മൾ നേരത്തെ കണ്ട തിയേറ്ററിന്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട തിയേറ്ററിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ്, പക്ഷേ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ എന്ന് വെച്ച് നോക്കി. എക്കോ ഉണ്ടോ? ഹലോ ഇല്ല. അതാണ് ഈ റൂം നമ്മൾ ചെയ്ത അതുപോലെ വർക്കാണ്. അക്കോസ്റ്റിക് ഇപ്പം എക്കോ 100% എക്കോ ഒഴിവായി. ഇതാണ് നമ്മുടെ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഓഡിയോയിൽ. ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ തടിയാണ് ഉപയോഗിക്കുന്നത്. അത് പഴയ ഈ കൊമേഴ്സ്യൽ തിയേറ്ററിൽ ഒരു ഇരിക്കുന്ന ഒരു ലെവലിന്റെ ഒരു 10 അടി ഹൈറ്റ് വരെ ഒരു ഈ തേക്കിന്റെ പാനല കൊണ്ടുപോയി മുകളിലോട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് വർക്ക് ചെയ്യും. അന്നൊക്കെ മോണോ സൗണ്ടേ ഉള്ളൂ. ഇപ്പം പിന്നെ DTSും ഡോൾബി ഒക്കെ വന്നാൽ പിന്നെ ഇപ്പം മൾട്ടിപ്ലക്സിലൊക്കെ ഇതുപോലെ വർക്കുകളാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഡിസൈനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഡിസൈൻ നമ്മുടെ സാർ അഭിലാഷ് സാറ്, അദ്ദേഹം ഇതൊരു ഗൂഗിളിൽ കണ്ടിട്ട് ഇതെനിക്ക് അയച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും നമ്മൾ ചെയ്തു കൊടുത്തു. പിന്നെ ആ ഒരു നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന 2-3 ചോയ്സാ. ഒന്നുകിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീഡം തരും. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് രതീഷേട്ടനെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അമിതമായിട്ടുള്ള ലാഭം പ്രതീക്ഷ ചെയ്യുന്ന ഒരു ജോലിയല്ല ഇത്. ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഫീൽഡിലേക്ക് വന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു തൊഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിച്ചുകൊണ്ട്, അതായത് അധിക ചെലവ് വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കും വേണ്ടേ. നമ്മൾ സാറിനോട് എല്ലാം പറഞ്ഞു ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ സാർ പറഞ്ഞു ഇങ്ങനെ ഡിസൈനിൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഡിസൈൻ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, മാൻപവർ കൂടി കൊണ്ടൊരു മെറ്റീരിയൽ കൂടുതൽ വേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരു ഇത് കാണിക്കാതെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ചെയ്തു. കാരണം ഇത് ശരിക്കും ഇത്രയും ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് നല്ല ഹാർഡ് വർക്ക് ആണ്. അതായത് പ്രത്യേകം പറയാം, ഈ സൈഡിൽ വരുന്ന അതേ അളവിലും അതേ ഡിസൈനും ഈ ഒരു സൈഡിലും വരണം. സെയിം ഒരു തരി പോലും മാറാൻ പാടില്ല, അല്ലെ വൃത്തിയാവും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പണിക്കാർ, അപ്പോൾ നമ്മുടെ സ്റ്റാഫിന്റെ ഒരു കഴിവാണ്. നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കും. എത്ര ദിവസം കൊണ്ടാണ് നമ്മുടെ ഇത് നമ്മളൊരു 8 ദിവസം എടുത്ത് കാണും. 8 ദിവസം. നമുക്ക് തിയേറ്ററിലെല്ലാം 8 ദിവസം കൊണ്ട് നമ്മൾ തീരുന്നത്. അതായത് ഒരു മുറി നിങ്ങൾ അങ്ങോട്ട് ഇവരുടെ കയ്യിലോട്ട്, നമ്മുടെ ഡിമാക്സിലോട്ട് അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ വെറും 8 ദിവസം കൊണ്ടാവുന്ന ഒരു തിയേറ്റർ ആക്കിയിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോകും. അടുത്ത ഒരു തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലാണ് ഞങ്ങൾ ഈ ഇരിക്കുന്നത്, സീറ്റിംഗ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് ഈ ഒരു റിക്ലൈനർ ആണ് കേട്ടോ. നിങ്ങൾ തിയേറ്റർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു റിക്ലൈനർ ഇതേ ഒന്ന് കിടന്നാണ് രതീഷേട്ടാ, ഇത് കണ്ടോ, അതെ ഒരു ലിവർ അങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ മാനുവലാണ്. അതെ, ഈ സാധനം അങ്ങ് പൊങ്ങി അങ്ങ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ കിടന്ന് നമ്മുടെ സിനിമയോ എന്താന്ന് വെച്ചാൽ കാണാം അല്ലേ? അതെ. അപ്പം റിക്ലൈനർ ആദ്യം ഇതൊന്ന് താത്തട്ടെ, മാനുവൽ ആയതുകൊണ്ട് മറ്റേ നമ്മൾ ഇലക്ട്രോണിക് കാണിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ രതീഷേട്ടാ, സീറ്റിംഗ് എത്ര രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് തിയേറ്ററിലെ 2 ടൈപ്പ് സീറ്റ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഒന്ന് നോർമൽ സാധാരണ സീറ്റ്, അതൊരു നമുക്കൊരു നല്ല ക്വാളിറ്റി ഉള്ളത്, നമ്മൾ ഈ മൾട്ടിപ്ലക്സ് കാണുമ്പോൾ കപ്പ് ഹോൾഡറൊക്കെ ഉള്ള മോഡലൊക്കെ നമുക്കൊരു 800 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് റിക്ലൈനർ ആണെങ്കിൽ നമുക്കത് അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇതുപോലെ മാനുവലും ഉണ്ട്, ഇലക്ട്രിക്കും വരുന്നുണ്ട്. അതൊക്കെ മാനുവലൊക്കെ നമുക്ക് 20,000 മുതൽ നല്ല ക്വാളിറ്റി ഉള്ളത്. ഒരു ഇലക്ട്രിക് ആണെങ്കിൽ 23, 24 ആ റേഞ്ചിൽ. അതായത് ഇലക്ട്രിക്കലും മാനുവലും തമ്മിലൊരു 4,000 വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇലക്ട്രിക് അല്ലേ നല്ലത്? രതീഷേട്ടൻ ഏതാ സജസ്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക്കാണ്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിൽ കൊണ്ട് നിർത്താം. അതെ, ഇതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ലിവർ വലിച്ചു പറഞ്ഞാൽ ഇതിങ്ങ് മൊത്തത്തിൽ ഇങ്ങി പോരും. നമുക്കിപ്പോൾ ഈ ഒരു പൊസിഷൻ ഇത് ഇങ്ങനെ നമ്മുടെ ഇത്രയും കാല് കണ്ടോ, ഈ കാല് ഇങ്ങനെ ഇട്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണണമെങ്കിൽ സാധിക്കത്തില്ല. ഈ ഒരു തിയേറ്ററിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യമാണ് അടുത്തയായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിന്റെ അക്കോസ്റ്റിക്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിങ് ഇതൊക്കെ നമ്മൾ ഇതല്ലേ, നമ്മൾ ഇത് എല്ലാം നമ്മൾ ഇത്. അപ്പോൾ എന്താ ചേട്ടാ ഈ ഒരു കൺസെപ്റ്റ്? ഇത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഐസ് ബ്ലൂ ആണ് കളർ. ഇതിപ്പോ വീഡിയോയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഐസ് ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഇന്ത്യയിലെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ പ്രൊഫൈൽ കൊടുത്തു. ഈ ലൈറ്റിങ്ങിന് കൂടാതെ നമുക്ക് സ്പോട്ട് ലൈറ്റ് വാം കളർ കൊടുത്തിട്ടുണ്ട്. മറ്റു ലൈറ്റ് നമുക്ക് ഒരു ഐസ് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിന്റെ അകത്ത്
ഒരു കാരണവശാലും വേണ്ടാത്തൊരു സാധനം. വേണ്ടാത്തന്നല്ല, അതിന്റെ ആവശ്യം, ഇത്രയും വലുതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഓണർ സെറ്റ് ചെയ്ത് 2.5 ടണ്ണിന്റെ AC നോക്കിക്കേ. ആ ഇരിക്കുന്ന മിസ്ബുഷിയുടെ ഹെവി ഇൻഡസ്ട്രിയുടെ 2.5 ടണ്ണ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. അതെ, പിന്നെ ഓണർ പറഞ്ഞു വെച്ചാൽ 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് AC ഓഫ് ചെയ്യാം. അജാതി തണുപ്പ് അതിന്റെ അകത്ത്. അമ്മാതിരി സാധനമാണ്. 2.5 ടണ്ണ് ഈ 10 അടി മുറി. സോളാറാണ് വീട് മുഴുവൻ വർക്ക് ചെയ്യുന്നത്. വീട് മുഴുവൻ സോളാറാണ്, തിയേറ്റർ സോളാറാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ഒരു ടെൻഷൻ. വെറും 350-400 രൂപ മാത്രമാണ് ഈ ഒരു തിയേറ്റർ അല്ല, ഈ ഒരു വീട് മൊത്തത്തിൽ വർക്ക് ചെയ്താലും ഈ വീടിന്റെ മുതലാളി KSEBക്ക് കൊടുക്കുന്നത്. ഓർത്ത് നോക്കിയാൽ വെറും 350 രൂപ. അടുത്ത നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് കടക്കുന്ന നമ്മുടെ തിയേറ്ററിന്റെ ഹൃദയം എന്ന് പറയുന്നത് സ്ക്രീൻ, സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ. അടുത്തായിട്ട് അതാണ് കാണിക്കാൻ പോണത്. ആദ്യം നമുക്ക് സ്ക്രീനിൽ നിന്ന് തുടങ്ങാം. എത്ര ഇഞ്ചിന്റെ സ്ക്രീൻ? 120 ഇഞ്ച് സ്ക്രീനാണ്. 120 ഇഞ്ച്, 120 ഇഞ്ചിന്റെ സ്ക്രീൻ. മാക്സിമം വലിപ്പം ഈ റൂമിൽ കൊടുക്കാൻ പറ്റുന്ന സ്ക്രീൻ 120 ആണ്. നമ്മൾ അത് കൊടുത്തു. അപ്പൊ ഇതാണ് രേഷേട്ടാ നമ്മുടെ ഹൃദയം. നമ്മുടെ മറാൻസിന്റെ 9.2 AVR ആണ്. 6015 9.2 എന്ന് പറയുമ്പോൾ 9 സ്പീക്കറും 2 സബ് ആണ് ഈ ഒരു സാധനം, ഈ ഒരു കുഞ്ഞു തിയേറ്ററിനത് അല്ലേ. അപ്പൊ രേഷേട്ടാ, നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഒരു AVR മാത്രം വേണം എന്ന് പറഞ്ഞാൽ രേഷേട്ടൻ ചെയ്ത് കൊടുക്കുമോ? തീർച്ചയായിട്ടും. പലരും വിളിക്കാറുണ്ട്, നമുക്ക് സബ് വേണം, ചിലർക്ക് കേബിൾ മാത്രം മതി, പല കാര്യങ്ങളും നമ്മൾ വിളിച്ച് ചെയ്യാറുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് കിട്ടി. നിങ്ങൾ രേഷേട്ടൻ പറയുന്നതായിരുന്നു വെച്ചാൽ നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും വിളിച്ചു, എവിടെ വേണമെങ്കിലും വില വിളിച്ച് ചോദിച്ചിട്ട് എന്നെ ലാസ്റ്റ് വിളിച്ചാൽ മതി. അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. നല്ല റേറ്റിന്, കേരളത്തിൽ ആയിരുന്നതിനെക്കാട്ടി റേറ്റിന്. തീർച്ചയായിട്ടും. പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ആകെ കാണാൻ സാധിക്കുന്ന ഈ 4 സ്പീക്കറാണ്. പക്ഷെ ഇതിന്റെ അകത്ത് എത്ര സ്പീക്കറാണെന്ന് അറിയാമോ? 9 സ്പീക്കറാണ് അല്ലെ. 9.2 ആണ്. അതായത് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന 1, 2, 3, 4 സ്പീക്കർ കൂടാതെ മോളിൽ 2, അതായത് നമ്മുടെ അറ്റ്മോസ് ആണ്. അറ്റ്മോസ് അല്ലേ? അറ്റ്മോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മേളിൽ ഹെലികോപ്റ്റർ ഒക്കെ പറന്നു പോകുന്ന സമയത്ത് അതിന്റെ ലീഫിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് മേളിലാണ് കേൾക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ സ്ക്രീനിന്റെ തൊട്ട ബാക്കിലായിട്ട് 3 സ്പീക്കർ, ഫ്രണ്ട് ലെഫ്റ്റും സെന്റർ റൈറ്റും, പിന്നെ 2 സബ് ഊഫറാണ് ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ. രേഷേട്ടാ, അപ്പൊ എന്താ ഈ ഒരു സ്പീക്കറിന്റെ പ്രത്യേകത? അത് പോൾക്കിന്റെ മോണ്ടർ സീരീസിലെ സ്പീക്കറാണ്. ഇതിപ്പം ആക്ച്വലി ഇതിങ്ങനെ മോളിൽ കെട്ടി നമ്മൾ ചരിച്ച് കൊടുത്തു, ക്ലാമ്പ് കൂടി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ റൂം സൈസ് ചെറുതല്ലേ, അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു വഴിയാണ്, പാസേജാണ്, ഡോർ തുറന്നു വരും. അപ്പൊ ഈ സ്പീക്കർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തല തട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മോളോട്ട് കയറ്റിയിട്ട് അത് ചരിച്ച് പ്രത്യേക ആംഗിൾ കൊടുത്തേക്കുന്നത്. നമ്മൾ ഉള്ള ഒരു സ്ഥലത്ത് അത് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണെങ്കിലും കറക്റ്റ് പൊസിഷൻ നമുക്ക് ഇവിടെ വെക്കായിരുന്നു. പക്ഷെ ഡോർ വന്നു, എന്ത് ചെയ്യാൻ പറ്റും? നേരെ മുകളിൽ അതുകൊണ്ട് ക്ലാമ്പ് കൊടുത്ത് ചരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എല്ലാവർക്കും സംഭവം നീറ്റ് ആക്കി. രേഷേട്ടാ, അപ്പം ഇവിടെ എന്തോ ആയിരിക്കുന്നത്? ഇതിനകത്ത് LCR ഉണ്ട്, ലെഫ്റ്റ് സെന്ററും റൈറ്റും. അത് എന്തുകൊണ്ടാണ് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ലെഫ്റ്റ് സ്പീക്കർ വെക്കുമ്പോൾ ആ സ്പീക്കറിന്റെ ഒരു സ്പേസ് അത്രയും ചാടി വരും. അപ്പൊ സ്ക്രീനിന്റെ സൈസ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ നമുക്ക് മാക്സിമം സൈസ് സ്ക്രീൻ കൊടുക്കുകയും ചെയ്യണം, സ്പീക്കറിന്റെ അകത്ത് പോവുകയും ചെയ്യണം. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നു പറഞ്ഞു കൊടുത്തേ? ഇതിനകത്ത് നമ്മൾ ഈ സൈഡിൽ ഫ്രണ്ട് ലെഫ്റ്റ് ടവർ ഉണ്ട്, ഈ ഭാഗത്തായിട്ട് സെൻട്രൽ സ്പീക്കർ ഉണ്ട്, ഇവിടെ റൈറ്റ് ടവർ ഉണ്ട്. ഇത് നമ്മുടെ ഇതിന്റെ ഉള്ളിലാണോ? ഉള്ളിലായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സബ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സബ്, 2 സബ്. രക്ഷേട്ടാ, അപ്പൊ നമ്മുടെ തിയേറ്റർ അങ്ങനെ ജീവൻ എടുത്തിരിക്കുകയാണ്. അതായത് പ്രൊജക്ടർ ഓണാക്കി നമ്മൾ സിസ്റ്റം ഒക്കെ ഓണാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രൊജക്ടറിന്റെ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് പ്രൊജക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ ഇവിടെ ഒപ്റ്റോമയുടെ UHD 38X എന്ന മോഡലാണ്, 4K ആണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഒന്ന് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കണ്ടാലോ? നമ്മളിത് ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രേഷേട്ടാ, ഇതാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ ക്വാളിറ്റി അല്ലേ? വീഡിയോയുടെ ക്വാളിറ്റി ഞങ്ങളെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പം ഇട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ക്വാളിറ്റി കിട്ടത്തില്ല. 4K പ്രൊജക്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി. നോക്കി നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടറിന് ഏകദേശം എന്ത് വില വരുന്നുണ്ട്? ഇതിന് ഏകദേശം ഒരു ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേന് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. 1.5 ലക്ഷം രൂപ അടുത്ത് നമ്മുടെ പ്രൊജക്ടറിന് വില വരുന്നുണ്ട്. ഈ ഒരു മുറിയിൽ ഒരു ബേസിക് ആയിട്ട് നമുക്ക് എത്ര രൂപ തിയേറ്റർ 4 ലക്ഷം രൂപ മുതൽ കൊടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപ, അതായത് ഒരു 4 ലക്ഷം രൂപ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമാണെങ്കിൽ അടിപൊളി അടിപൊളി ഒരു തിയേറ്റർ രജിസ്ട്രേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനി എല്ലാവരും ആകാംക്ഷയോടെ അറിയാതിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കുഞ്ഞു മുറിയിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ ഡിമാക്സ് ഹോം സിനിമാസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കുഞ്ഞു തിയേറ്ററിന് എത്ര രൂപ ചെലവായിട്ടുണ്ടെന്ന് ബഡ്ജറ്റ് പറയാൻ പിന്നെ പറയാം. ഇതൊരു 4K ആണ്, 9.2 ആണ്. ഇത് രണ്ടു ഹൈലൈറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു 4K 9.2 ഈ റൂമിൽ ചെയ്തപ്പോഴത്തേന് ഏകദേശം ഫുൾ എക്യുപ്മെന്റ്സും അതിന്റെ സ്ക്രീനും ഇന്ത്യയിൽ ഉൾപ്പെടെ ഏകദേശം 7 ലക്ഷം രൂപ അടുത്തായിട്ടുണ്ട്. 7 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. തിയേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇത് നമ്മൾ ഈ റൂമിലേക്ക് ചെയ്തു തന്നു. അപ്പം അതായത് ഇതിൽ എന്തൊക്കെ വരുന്നത് A to Z ഒരു മുറി മാത്രം അങ്ങോട്ട് കൊടുക്കുക, ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മുറിയെ മാറ്റിത്തരും അല്ലെ? ഡിമാക്സ് ഹോം സിനിമാസ്, നമ്മുടെ സ്വന്തം പാലാ അല്ലെ? അപ്പോ രക്ഷേട്ടാ, കുറഞ്ഞ സമയം കൊണ്ട്
നല്ല അറിവുകൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നമ്മുടെ നമുക്ക് ഇനി അടുത്ത വീഡിയോ അല്ലേ ഇതൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ സോണിയുടെ പ്രൊജക്ടറും വാർഫോർഡിൻ്റെ സ്പീക്കറുമായിരുന്നു. അതെ, ഇവിടെ നമ്മൾ ഒപ്റ്റോമയുടെ പ്രൊജക്ടറും പോൾക്കിൻ്റെ സ്പീക്കറുമാണ്. പോക്കറ്റ് സ്പീക്കറും വിത്ത് സോളാർ. അതെ, അടുത്തൊരു വീഡിയോ ഇതിൽ നല്ല വ്യത്യാസമായിട്ട് വേറൊരു തീമായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ തിയേറ്ററിന്റെ ഇന്റീരിയറും അതിന് ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷനും എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ രേഷ്യേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പലതവണ സ്ക്രീനിൽ വന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് തിയേറ്റർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിന്റെ എക്യുപ്മെന്റ്സ് വേണമെങ്കിലും സംശയങ്ങൾക്ക് ഏത് സമയത്തും, പ്രവാസികളാണ് കൂടുതൽ വിളിക്കുന്നത് അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് സമയത്തും നമ്മുടെ രേഷ്യേട്ടനെ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്മി ഗോവിന്ദ് ആൻഡ് DMAX ഹോം സിനിമാസ് സൈനിങ് ഔട്ട്.